കേരള ഹൌസിംഗ് ബോർഡിലെ ചീഫ് എഞ്ചിനീയർ നിയമനത്തിൽ ഗുരുതരമായ ചട്ടലംഘനം. യോഗ്യതാ മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവൃത്തി പരിചയം ഇല്ലാത്ത വ്യക്തിക്ക് നിയമനം നൽകി. റാങ്ക് പട്ടികയിലുള്ള അർഹരെ ഒഴിവാക്കിയാണ് നിയമനം നടത്തിയത് എന്നാണ് ആക്ഷേപം. നിയമന ക്രമക്കേടിൽ SIT അന്വേഷണം വേണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. കേരള ഹൌസിംഗ് ബോർഡ് ചീഫ് എഞ്ചിനീയറുടെ നിയമനത്തിലാണ് ഗുരുതരമായ ക്രമക്കേട് നടന്നിരിക്കുന്നത്. അനർഹനായ ഉദ്യോഗസ്ഥനെ ചീഫ് എഞ്ചിനീയറുടെ സ്ഥാനത്ത് നിയമിച്ചുവെന്നാണ് പ്രധാന ആരോപണം. 2023 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവ് പ്രകാരം നടത്തിയ അഭിമുഖ പരീക്ഷയിൽ യോഗ്യതാ ലിസ്റ്റിൽ അർഹരായവരെ ഒഴിവാക്കിക്കൊണ്ടാണ് നിയമനം നടന്നിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണകാലാവധിയുടെ അവസാന നാളിലാണ് നിയമനം നടന്നത്. മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് 2ാം റാങ്ക് നൽകി പ്രവൃത്തി പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥന് നിയമനം നൽകിയതിൽ SITയുടെയും വിജിലൻസിന്റെയും അന്വേഷണം വേണമെന്ന് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിജിൽ കെ കടത്തനാട് ആവശ്യപ്പെട്ടു. കേരളത്തിലെ ഹൌസിംഗ് ബോർഡിലെ താൽക്കാലിക ചീഫ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നടന്ന നിയമനത്തിൽ വലിയ ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത നൌഷാദ് എന്ന വ്യക്തിയെ തിരികെ കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. യോഗ്യതയുള്ള ആൾക്കാരെ പിന്തള്ളിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ക്രമക്കേട് അവിടെ നടന്നിട്ടുള്ളത്. ഇതിൽ SITയുടെ അന്വേഷണം വേണം, വിജിലൻസിന്റെ അന്വേഷണം വേണം, നടപടി ഉണ്ടാകണം. UDF സർക്കാർ അധികാരത്തിലേറിയെങ്കിലും അനർഹ നിയമനത്തിൽ പരിശോധന നടന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 2023 സംസ്ഥാന ഭവന ബോർഡ് പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം ചീഫ് എഞ്ചിനീയർ തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥനാണെങ്കിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും വിരമിച്ച ഉദ്യോഗസ്ഥനാണെങ്കിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണമെന്ന മാനദണ്ഡമാണ് നിഷ്കർഷിക്കുന്നത്. ഈ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് നിയമനം നടന്നിരിക്കുന്നത്. നിയമന ക്രമക്കേടിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് യുവമോർച്ചയുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.